മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ ലൂക്കാ രചിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 15-ാം അധ്യായം 18-ഉം 19-ഉം വാക്യം. ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിന്റെ അടുത്തേക്ക് ചെല്ലും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായി നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. എന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിന്റെ ദാസരിലൊരുവനായി എന്നെ സ്വീകരിക്കണമേ. ധൂർത്തപുത്രൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇളയ സഹോദരൻ ആയുഷിന്റെ നല്ല ഭാഗം നഷ്ടപ്പെടുത്തി. മുതലും ആരോഗ്യവും സൽപ്പേരുമില്ലാതാക്കി. എന്നാൽ ആ കഥയിൽ അവനെ നഷ്ടപ്പെട്ടവനായല്ല, രക്ഷപ്പെട്ടവനായാണ് ചിത്രീകരിച്ചത്. ജ്യേഷ്ഠൻ പുറത്താവുകയും ചെയ്തു. നല്ല അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയല്ലോ എന്ന ചിന്ത നമ്മിൽ പലരെയും ഭാരപ്പെടുത്തും. തൂകിപ്പോയ ബാലിനെ പറ്റി ചിന്തിച്ച് വിഷമിക്കുവാൻ ശ്രമിക്കാതെ ശേഷിച്ചതിനെ ശരിയായി ഉപയോഗിക്കുകയാണ് ആവശ്യം. കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കാത്തവര് ആരുമില്ല. അവയിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് സ്വയം തിരുത്തലുകൾ വരുത്തിയവരാണ് മഹാന്മാർ. ദാവീദ് സ്വന്തം മനസാക്ഷിക്ക് കേടുവരുത്തിയെങ്കിലും അതിൽ നിന്ന് പാഠം പഠിച്ചു തിരുത്തലുകൾ വരുത്തിയതിനാൽ തകർന്നുപോയില്ല. ഈശോയെ അറിയുകയുമില്ലെന്ന് പറഞ്ഞ പത്രോസ് പറഞ്ഞ തെറ്റിനെ കുറിച്ച് പരിതപിക്കുകയും പിന്നീടുള്ള കാലം ശരിയായി വിനിയോഗിക്കുകയും ചെയ്തു. ഒന്നാമത്തെ മിഷണറി യാത്രയ്ക്കിടയിൽ പൗലോസിനെ വിട്ടുപിരിഞ്ഞു പോയ മർക്കോസ് വർഷങ്ങൾക്ക് ശേഷം പൗലോസിനോടുകൂടെ റോമിലുണ്ടായിരുന്നു. അവശേഷിക്കുന്നവയെ ശരിയായി ഉപയോഗിക്കുന്നതാണ് വിജയരഹസ്യം. ചൈനക്കാരുടെ ഷാർക്ക് ഫിൻ സൂപ്പ് പ്രസിദ്ധമാണ്. സ്രാവിന്റെ വെട്ടിക്കളയുന്ന ചിറകിൽ നിന്ന് പാകപ്പെടുന്ന അത്തരം സൂപ്പ് ഏറ്റവും രുചികരമാണ്. ശൂന്യമെന്ന് തോന്നുന്നവയെ ഉപയോഗപ്രദമാക്കുന്നു. നഷ്ടപ്പെടുത്തിയവയെ പറ്റി വിലപിച്ച് കാലം കളയാതെ അവശേഷിക്കുന്നവർക്കായി ബുദ്ധി ഉപയോഗിക്കുന്നതാണ് വിജയരഹസ്യം. തൂകിപ്പോയ ബാലിനെ പറ്റി ഓർക്കാതെ ശേഷിക്കുന്നതിനെ ശരിയായി ഉപയോഗിക്കുക. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായി എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.